നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മപ്സയിലെ അലങ്കാർ തിയേറ്ററിന് സമീപത്തും അഞ്ജുന വാഗത്തൂർ പ്രദേശത്തെ 20 ഭക്ഷണശാലകളിൽ പരിശോധന നടത്തിയ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിച്ചു. അവയിൽ 4-ന് ആവശ്യമായ FDA അനുമതിയില്ലായിരുന്നു. പ്രശസ്തമായ ഒരു രാജസ്ഥാനി ഭക്ഷണശാല, ഗോവൻ ഭക്ഷണശാല, വിവിധ കഫേകൾ എന്നിവയും അടച്ചിട്ടവയിൽ ഉൾപ്പെടുന്നു. പരിശോധനയിൽ അനാരോഗ്യകരമായ സാഹചര്യങ്ങളും സുരക്ഷാ ലംഘനങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് നടപടി സ്വീകരിച്ചു. പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഭാഗമായാണ് ഇത്തരം നടപടികളെന്ന് FDA വ്യക്തമാക്കി. ക്രമക്കേടുകൾ പരിഹരിച്ച ശേഷമേ ഈ ഭക്ഷണശാലകൾ വീണ്ടും പ്രവർത്തിക്കാനാകൂ. സാൽസെറ്റിലെ തീരദേശ മേഖലയിൽ വളർത്തുനായ്ക്കളുടെ കടിയേറ്റ് സംഭവങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് സ്ട്രേ ഡോഗ് ജനസംഖ്യ നിയന്ത്രണത്തിനായി 19 ദിവസത്തെ വന്ധ്യതാ പരിപാടി ആരംഭിച്ചു. ഈ പദ്ധതി വേൾഡ് വൈഡ് വെറ്റിനറി സർവീസസ്, മിഷൻ റാബീസ്, മൃഗസംരക്ഷണ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്നു. കോൾവേയിലെ മത്സ്യബന്ധന വകുപ്പ് ആസ്ഥാനത്ത് കേന്ദ്രം സ്ഥാപിച്ച് കാവേലോസിം, കാർമോണ, വാർക്ക, വെനോളിം, കോൾവ, ബേത്തൽബത്തീം, മജോഡ എന്നിവിടങ്ങളിൽ നിന്ന് തെരുവു നായ്കൾ വന്ധ്യതയും വാക്സിനേഷൻ ലഭിക്കുന്നതിനെത്തിക്കും. പ്രതിദിനം 30 നായ്ക്കൾക്ക് സേവനം നൽകുക എന്നതാണ് ലക്ഷ്യം. ബോംബെ ഹൈക്കോടതി ഗോവയിലെ ഗിരിം, സുക്കോറോ, സങ്കോൾഡ എന്നിവിടങ്ങളിൽ അനധികൃതമായി നികത്തപ്പെട്ട നെൽപ്പാടങ്ങൾ 3 മാസത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. കോടതി നേരത്തെ 6 മാസത്തെ സമയം അനുവദിച്ചിരുന്നുവെങ്കിലും നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാൽ കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചു. അനുമതി നീട്ടിക്കൊടുത്തപ്പോൾ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കോടതിയോടുള്ള അനാദരവായി കണക്കാക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഇക്കോ സെൻസിറ്റീവ് പ്രദേശങ്ങളായ ഈ നെൽപ്പാടങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹരിഹർ വിത്തൽ, ചോഡോങ്കർ, അവേർട്ടിനോ മിരാണ്ട എന്നിവരുടെ പൊതുതാൽപര്യ ഹർജിയിലാണ് ഈ നിർദ്ദേശം. വാൽപോയ് JMFC കോടതി വാൽപോയ് ഭൂമി തട്ടിപ്പ് കേസിൽ സിദ്ദിഖി ഖാൻ എന്ന സുലൈമാന്റെ ജാമ്യാപേക്ഷ തള്ളി. SIT നേരത്തെ ഈ കേസിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരുന്നു. 2021 വാൽപോയ് പോലീസ് സ്റ്റേഷൻ കേസ് നമ്പർ 67/2021 പ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി 656 പേജുള്ള ചാർജ് ഷീറ്റ് വാൽപോയ് കോടതിയിൽ ഫയൽ ചെയ്തു. സുലൈമാൻ ഖാൻ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യാജരേഖകൾ ഉപയോഗിച്ച് തിസ്വാഡിയിലെ പ്ലോട്ടുകൾ കൈവശപ്പെടുത്തിയതായി ആരോപണമുണ്ട്. കുപ്രസിദ്ധ ക്രിമിനലായ ഇയാൾ അറസ്റ്റ് ഒഴിവാക്കാൻ പല വേഷം ധരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നതായി പോലീസ് പറയുന്നു. ഈ വിധി ഭൂമി തട്ടിപ്പിനെതിരായ നിയമ നടപടികളിൽ ശക്തമായ സന്ദേശം നൽകുന്നു. കുർച്ചോറിം ഹൈസ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ ബഹളം വെച്ചതിന് ആക്രമിച്ചതിന്റെ പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. വിദ്യാർത്ഥിക്ക് കഴുത്തിന് ഗുരുതര പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു. മുൻപ് പല സ്കൂളുകളിലും സമാന സംഭവങ്ങൾ ഉൾപ്പെട്ടതിനാൽ ഈ അധ്യാപകനെ നിരവധി തവണ സ്ഥലം മാറ്റിയിരുന്നു. കുട്ടിയുടെ അമ്മ കുർച്ചോറിം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇംഗ്ലീഷ് ക്ലാസ്സിനായി കാത്തിരിക്കുമ്പോഴാണ് അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് എൻ്റെ മകനെ കാരണമില്ലാതെ കോളർ പിടിച്ചു വലിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതെന്ന് കുട്ടിയുടെ അമ്മ പറയുന്നു. സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി വിരുദ്ധ നിലപാട് കാരണം MGP ദേശീയ BJP നേതാക്കളുമായി ഡൽഹിയിൽ ചർച്ച നടത്തി. വൈദ്യുതി മന്ത്രി സുധീൻ ധവലിക്കർ, MGP പ്രസിഡന്റ് ദീപക് ധവലിക്കർ എന്നിവർ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. 2027 തെരഞ്ഞെടുപ്പിനായി മാന്ത്രം പ്രയോൾ മണ്ഡലങ്ങളിൽ BJP അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ രൂപപ്പെട്ടത്. BJP പാർട്ടി നേതൃത്വം MGPയെ BJPയുമായി ലയിപ്പിക്കാൻ നിർബന്ധിക്കുന്നു എന്നതാണ് ആരോപണം. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് BJP MGP സഖ്യം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കി. സംസ്ഥാന BJP അധ്യക്ഷൻ ദാമു നായിക്ക് എല്ലാ 40 മണ്ഡലങ്ങളിലും പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും പറഞ്ഞു. ഗോവയിലെ ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള ഷെഡ്യൂൾ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രഖ്യാപിച്ചു. HMCT ഡിപ്ലോമ കോഴ്സിനുള്ള അപേക്ഷകൾ 2025 ഏപ്രിൽ 7 മുതൽ 11 വരെയും DPharm ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് ഏപ്രിൽ 21 മുതൽ 30 വരെയും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്ക് മെയ് 7 മുതൽ 16 വരെയും അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകർക്ക് www.dte.goa.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഓൺലൈൻ അപേക്ഷാ സമർപ്പണം, യോഗ്യതാ മാനദണ്ഡങ്ങൾ, ഫീസ് വിശദാംശങ്ങൾ എന്നിവ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബുധനാഴ്ച വൈകുന്നേരം മപ്സയിലെ ദുലേറിൽ ജല പൈപ്പ് ലൈൻ പൊട്ടി നഗരത്തിന്റെ വെള്ള വിതരണം തടസ്സപ്പെട്ടു. പുതിയ പൈപ്പ് ലൈനിന്റെ പണി നടക്കുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടിയത്. വലിയ തോതിൽ വെള്ളം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ബിൽഡിങ്ങുകളിലും ബേസ്മെന്റുകളിലും കയറി. വ്യാപാരികൾ സുരക്ഷിത സ്ഥാനത്തേക്ക് സാധനങ്ങൾ മാറ്റാൻ നിർബന്ധിതരായി. ഡിപ്പാർട്ട്മെന്റ് അധികാരികൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തി അടിയന്തര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ തൃപ്തേഷ് സിർസത്ത്,
ജലവിതരണം വ്യാഴാഴ്ച പുനഃസ്ഥാപിക്കുമെന്ന് ഉറപ്പു നൽകി. ഭാവിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രദേശവാസികളും വ്യാപാരികളും ആവശ്യപ്പെട്ടു. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ 12 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ച പുലർച്ചെ പാസായി. ബിൽ സംബന്ധിച്ച് സർക്കാർ പ്രതിപക്ഷങ്ങൾ തമ്മിൽ കടുത്ത തർക്കം ഉണ്ടായിരുന്നെങ്കിലും ഭൂരിപക്ഷ ശക്തിയോടെ സർക്കാർ വിജയം നേടി. രാത്രി പുലർച്ചെ 2 മണിയോടെ നടന്ന വോട്ടെടുപ്പിൽ 288-232 എന്ന നിലയിൽ ബിൽ അംഗീകരിക്കപ്പെട്ടു. പ്രതിപക്ഷം ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിടുന്നതാണെന്നും ആരോപിച്ചതിനിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സർക്കാർ മതകാര്യങ്ങളിൽ ഇടപെടുന്നില്ലെന്നും വഖഫ് സ്വത്തുക്കളുടെ സുതാര്യമായ ഭരണത്തിന് മാത്രമാണിതെന്നും വ്യക്തമാക്കി. കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് ബിൽ ആദ്യം മുസ്ലിങ്ങളെയും പിന്നീട് സമാനമായ മറ്റു ബില്ലുകൾ കൊണ്ടുവന്ന് മറ്റു ന്യൂനപക്ഷങ്ങളെയും ബാധിക്കുമെന്നും സമൂഹത്തെ വിഭജിക്കുകയാണെന്നും ആരോപിച്ചു. ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ബിൽ മതപരമായ ഇടപെടലല്ല, സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും വാദിച്ചു. UPA ഭരണകാലത്ത് വഖഫ് നിയമത്തിൽ വന്ന മാറ്റങ്ങൾ മറ്റു നിയമങ്ങളെ മറികടന്നതിനാൽ പരിഷ്കരണം അനിവാര്യമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP തങ്ങളുടെ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ബിൽ മുന്നോട്ട് കൊണ്ടുപോയി. മറുപക്ഷത്ത് ഇന്ത്യ ബ്ലോക്ക് ഐക്യബദ്ധമായി ബില്ലിനെ ശക്തമായി എതിർത്തു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഗോവൻ വിശേഷം യൂട്യൂബ് ചാനലിനെ പിന്തുണയ്ക്കാൻ ദയവായി ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.